ഹലോ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മുടെ വെള്ളിയാഴ്ച സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ? നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും പറഞ്ഞു നമ്മുടെ ചോറൊക്കെ കണ്ടിട്ട് മടുത്തു എന്ന്. അങ്ങനെ വന്നപ്പോൾ നമ്മളിന്ന് കൊഞ്ചാണ് കേട്ടോ, കൊഞ്ചും പുട്ടുമാണ്. കൊഞ്ച് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇവിടെ കുറച്ച് ലാഭത്തിന് കൊഞ്ച് കിട്ടി നമുക്ക്. അപ്പോൾ കുറച്ചധികം വാങ്ങി ഓരോരുത്തരും അവരവരുടേതായ സ്റ്റൈലിലായിരിക്കും വെക്കുന്നത്. ഇപ്പം പിന്നെ ഇതൊന്നും ആർക്കും വെക്കാൻ അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വെക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാവുന്നതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞിട്ട് കൂടുതലായിട്ട് തെറ്റിക്കണ്ട, അതല്ലേ നല്ലത്. ഞാൻ തന്നെ വെക്കുന്നത് തപ്പിപ്പിടിച്ചാണ്. എനിക്കറിയാവുന്ന ഒരു രീതിക്ക് ഞാനങ്ങ് വെക്കും. അതിനകത്ത് ടേസ്റ്റ് കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാവരും കഴിക്കുന്നു, സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. പിന്നെ പറയട്ടെ, നമ്മുടെ ചോറും കറികളെ പറ്റി. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചോറും കറികളാണ്. അത് രാവിലെയൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നുള്ള ടൈം കിട്ടത്തില്ല. അതാണ് കേട്ടോ കൂടുതലായിട്ടും ഈ ചോറും കറികളും മാത്രമായിട്ട് വരുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കിത് ചെയ്ത് തീർക്കുന്ന ചിലപ്പോൾ രാത്രിയിലൊക്കെ ആവും. അപ്പോൾ അതിന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാനോ ഒന്നും ടൈം കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചോറൊക്കെ മടുത്തു, ഇനി ഇടല്ലേ, ഈ ചമ്മന്തിയും ചോറുമാണ് ഭയങ്കരമായിട്ട് മടുത്തതെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ചമ്മന്തിയും ചോറുമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ, അല്ലാതെ മുട്ട, മീൻ അല്ലെങ്കിൽ മറ്റേ ഇറച്ചി ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് നല്ല രീതിക്ക് വായ കഴുകാനും കൈ കഴുകാനും ഒന്നും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമുക്ക് നിൽക്കും. അതുകൊണ്ടാണ് ഈ ചമ്മന്തിയും ചോറും ഒരു തോരനും ഒക്കെ ആയിട്ടങ്ങ് ഒതുക്കുന്നത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ സ്മെല്ലൊന്നും വരില്ല. നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചാലും ഒരു സ്മെല്ലും നമുക്ക് വലുതായിട്ട് വരത്തില്ല. ഒരു ചൂയിങ്ങോ മറ്റോ ഒക്കെ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഒഴിവാവും. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ചമ്മന്തി എന്തായിരിക്കും വെക്കുന്നതെന്ന് നിങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അതാണ് കാരണം കേട്ടോ. പിന്നെ പോരാത്തിന് നമുക്ക് എപ്പോഴായാലും പൊതിച്ചോറിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുമ്പോൾ ചമ്മന്തി ആണല്ലോ. അപ്പോൾ അതും ഒരു കാരണമാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇനി എന്തെല്ലാം കറിയുണ്ടെങ്കിലും ചമ്മന്തിയും കൂടെ വേണമെന്നുള്ള നിർബന്ധമുള്ള ചെറുതയും കൂടെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയും നമുക്ക് ചമ്മന്തി കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിരട്ടയ്ക്കകത്ത് ഞാനൊരു ഹോളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കിയത് കേട്ടോ. ഇവിടെ തന്നെ കിട്ടിയ ഒരു ചിരട്ടയാണ്, ഞാനത് വൃത്തിയാക്കി എടുത്തതാണ്. പുട്ട് നനയ്ക്കാനായിട്ടേ ഞാൻ നല്ല ചൂടുവെള്ളം കേട്ടോ ഉപയോഗിച്ചത്. കാണാനല്ല ഞാൻ ചോദിച്ചത്. പുട്ടെന്താ പൊടി പോലെ ഇരിക്കുന്നു? നല്ല സോഫ്റ്റ് പുട്ട്, പിന്നെ പൊടിയല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? അല്ല പരസ്യത്തിൽ പറയാൻ നടക്കുന്നുണ്ട്, ഡബിൾ വോയിസിന്റെ പരസ്യത്തിൽ പറയുന്നത്. നല്ല സോഫ്റ്റ് പുട്ടടി. ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പുട്ട്. അപ്പോൾ കുറച്ച് പുട്ടും എടുത്ത് ഒരു കഷ്ണം കൊഞ്ചുമൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുറച്ച് അരപ്പൂടൊക്കെ ചേർത്ത് വെച്ച് ഒന്ന് കുഴച്ച് ഒരു പിടി അങ്ങ് വായിലോട്ട്. പുട്ടെടുത്തു, കുഴച്ച് വെച്ചു. ഞാൻ മണ്ടയിലോട്ട് നല്ല വൃത്തിയുള്ള ഒരു കൊഞ്ചെടുത്ത് വെക്കാം. അടിപൊളി. കൊള്ളാം. അപ്പോൾ അതെ, അവൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ടും കൊഞ്ച് റോസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.